ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ശരിക്കും അത് ചാടിയതല്ല, ചാടിച്ചതാണെന്നുള്ള ദുരൂഹതകൾ നിലനിൽക്കുന്നു. അടിമുടി ദുരൂഹതയാണ്. കാരണം ഇത്രയും സുരക്ഷയുള്ള ജയിലിൽ നിന്ന് അയാൾ എങ്ങനെ ചാടി? അവിടെ വൈദ്യുതി ഇല്ലായിരുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നു? ഇത്രയും തുണികൾ എവിടെ നിന്നും അയാൾക്ക് ലഭിച്ചു? അതോടൊപ്പം തന്നെ ഈ കമ്പി വളച്ച് അതോടൊപ്പം ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് അതൊക്കെ അറുക്കാനൊക്കെ എങ്ങനെ സാധിച്ചു? എന്തായാലും ഇതിനുള്ളിലുള്ളവരുടെ സഹായമില്ലാതെ അത് ലഭിക്കില്ല. തൽക്കാലം കണ്ണിൽ പൊടിയിടാൻ കുറേ പേരെ സസ്പെൻഡ് ചെയ്യും, കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിച്ചെടുക്കും. എന്നതിനപ്പുറം ഇതിൽ മറ്റൊന്നും സംഭവിക്കാനുമില്ല. ഇതിന് പിന്നിൽ എന്തോ മറയ്ക്കാനുണ്ട് എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നു. എന്താണ്? നമ്മളിതെല്ലാം കാണുമ്പോൾ ജയിൽ ഒരു അധോലോകമാണ് എന്ന ഒരു യാഥാർത്ഥ്യബോധം നമുക്കുണ്ടാകേണ്ടത് ആവശ്യം. അവിടെ ജയിൽ പുള്ളികൾ മാത്രമല്ല, ജയിൽ പുള്ളികൾക്കൊപ്പം നടക്കുന്ന ജയിലർമാരും അധോലോകം മനസ്സുള്ള മനുഷ്യരാണ്. അവരുടെ മനോനില പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് വളരെ കുപ്രസിദ്ധമായ ജയിലായി മാറിയത്. കാരണം അവിടെ പലതരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ പോലും ഇവരുടെ ഈ അധോലോക വിഹാരത്തിന് സഹായകരമായി മാറുന്നു എന്ന് നമ്മൾ കണ്ട്. അതായത് അവർക്ക് കഞ്ചാവ് ലഭിക്കുന്നു. കഞ്ചാവ് ലഭിക്കുന്ന വാർത്തയാണ് പുറത്ത് കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവർക്ക് മദ്യം കിട്ടുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ടെലിഫോൺ സൗകര്യങ്ങൾ കിട്ടുന്നു, മൊബൈൽ ഫോണുകൾ കിട്ടുന്നു. അവർ പുറത്തുള്ള അധോലോക ശൃംഖലയുമായി ബന്ധം സ്ഥാപിക്കുന്നു. ഈ അധോലോക ശൃംഖലയുമായുള്ള ഇവരുടെ ബന്ധമാണ് ഈ ജയിൽ ചാട്ടത്തിൻ്റെ പിന്നിലുള്ള നിഗൂഢത. കാരണം അവനെ അവിടെ നിന്ന് ചാടിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, കാരണം ഈ ഗോവിന്ദചാമിയെ പോലെയുള്ള കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നൊരു ശരിക്ക് ജന്മന കുറ്റവാളികളായി മാറിയതുപോലെയുള്ള കുറ്റവാളികളാണ്. കാരണം അയാൾ നടത്തിയ ബലാത്സംഗവും പീഡനവും കൊലപാതകവും സമാനതകളില്ലാത്തത് തന്നെയാണ്. കാരണം രക്തം തെറിച്ച് വീണ മുഹൂർത്തത്തിൽ ഇര മരണത്തിലേക്ക് പിടയുമ്പോഴും ഇയാൾ എന്ത് ചെയ്യുന്നു? അതിനെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മരണവക്രത്തിലേക്ക് പോകുന്നതായിട്ടുള്ള മനുഷ്യനെയും അതേപോലെ തന്നെ ശവങ്ങളെയും ഒക്കെ പീഡിപ്പിക്കാനായിട്ടുള്ള ഒരു രതി മോഹം ഉള്ള ആൾ എന്ന് പറയുന്ന അസാധാരണമായിട്ടുള്ള ക്രിമിനൽ തന്നെയാണ്. ഇയാൾ അതാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടതാണ്. പൊതുജനത്തിൻ്റെ മുന്നിലേക്ക് ഇയാളെ വലിച്ചെറിഞ്ഞു കൊടുത്താൽ അവർ കടിച്ചു കീറി തല്ലിക്കൊന്ന് ശരിപ്പെടുത്തി കളയുമായിരുന്നു. അത്രമാത്രം വൈരാഗ്യമാണ് അയാളുടെ സമൂഹത്തിനുള്ളത്. ഇയാൾ ജയിലിലായി കഴിഞ്ഞപ്പോൾ ഇയാളുടെ ബന്ധം ഈ പുറത്ത് ഇയാൾ ഒറ്റക്കായിരുന്നില്ല പുറത്തും പ്രവർത്തിച്ചിരുന്നതെന്നാണോ മനസ്സിലാക്കേണ്ടത്. കാരണം ഇയാൾക്ക് ഒരു കയ്യേ ഉള്ളൂ. അതെ. അപ്പോൾ ഇയാൾ പൊതുവെ പൂർണ്ണാരോഗ്യവാനല്ല, പൂർണ്ണമായ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ള കഴിവുള്ളവനല്ല. പക്ഷേ അവന് വലിയ അധോരോഗ ശൃംഖലയുണ്ടായിരുന്നു. അവരാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത്. എന്നുവെച്ചാൽ മരണത്തിൽ നിന്ന് ആളൂർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വക്കീൽ മാത്രമല്ല പ്രവർത്തിച്ച് ആ വക്കീലിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വലിയ കൈസഹായം ഉണ്ടായിരുന്നു. അത് അധോലോക ശൃംഖലയുടേതായിരുന്നു. അങ്ങനെ അവനെ മരണത്തിൽ രക്ഷിച്ചു നമ്മളുടെ ജയിലിലെത്തിച്ചു. ജയിലിൽ കഴിയുന്ന സമയത്തും ഇവരൊക്കെ ആയിട്ട് നിരന്തരമായ ബന്ധത്തിലായിരിക്കണം. അത് ഈ ജയിലിലുള്ള ജയിലധികൃതർക്ക് അറിവുള്ളതുമാകാം. കാരണം ഈ അധോലോകത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ തിന്ന് ജീവിക്കുന്നവരായി ജയിലധികൃതർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ സൗകര്യങ്ങളൊക്കെ, അതായത് കുറ്റവാളിയുടെ എപ്പോഴും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അത് ജയിലിൽ നിന്ന് പുറത്തിയാടുക എന്നുള്ളതാണ്. അതിനുള്ള സൗകര്യങ്ങളായിരിക്കും എപ്പോഴും അവർ അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് അവർക്ക് സഹായകരമായിട്ടുള്ള ഉപകരണങ്ങൾ എത്തിച്ചേരുന്നു. ഈ ആക്സോ ബ്ലേഡ് എന്ന് പറയുന്ന സാധനം എത്തുന്നു. അയാൾ എല്ലാ ദിവസവും കുറേശ്ശെ എതിരാകുന്നു. അതിൻ്റെ ശബ്ദം സ്വാഭാവികമായിട്ട് ചോദിക്കാം, അസാധാരണമായിട്ടുള്ള ശബ്ദം മറ്റാരും കേട്ടില്ലേ? വേണമെങ്കിൽ കേൾക്കാം. കേട്ടാലും അത് കണ്ണടക്കപ്പെടുന്നു. അങ്ങനെ കുറേ നാളുകളായിട്ട്, 1 മാസം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശരീരം ഈ കമ്പിയഴികൾക്കുള്ളിലൂടെ കടന്നു പോകാൻ പറ്റുന്ന തരത്തിൽ പാകപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണക്രമത്തിൻ്റെ പരിശീലനകാലം മാത്രമാണ്. പക്ഷേ ഇത് അറുത്ത് മുറിച്ച് മാറ്റാനായിട്ടുള്ള പരിശീലനം അതിക്ക് എത്രയോ മുമ്പ് തുടങ്ങിയിട്ടുണ്ടാവണം. വളരെ നാളുകൾ എടുത്താണ് അത് പതുക്കെ അറുത്തത് അല്ലേ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. ആ ഉപ്പ് അവനതിന് കെമിസ്ട്രി പഠിച്ചു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ തമാശ. കാരണം എന്ന് വെച്ചാൽ ഇരുമ്പ് ഈ ഉപ്പ് ജലാംശവുമായിട്ട് കൂടിച്ചേരുന്ന സമയത്ത് അത് പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്ത് തുരുമ്പിക്കും. വളരെ വേഗത്തിൽ സാധാരണ തന്നെ തുരുമ്പിക്കുന്നത് ഈ അന്തരീക്ഷത്തിലുള്ള ജലാംശം, വാട്ടർ വേപ്പർ എന്ന് പറയുന്ന സാധനമായിട്ട് അത്
കണക്ട് ചെയ്യുമ്പോഴാണ് അതിന് തുരുമ്പിക്കലുണ്ടാകുന്നത്. ഇയാൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നു, അതിനകത്ത് ഉപ്പ് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ കുറേ കൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യും, ഇത് ദ്രവിച്ചു പോകും എന്നറിയാം. അതിപ്പോൾ അതിന് സയൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡോക്ടറെ കണ്ടിട്ട് ചപ്പാത്തി മാത്രമാക്കുന്നു. ഡോക്ടറെ ജയിൽ ഉപയോഗിച്ചു കൊടുത്തിരിക്കുന്നതായിട്ടുള്ള സൗകര്യം മനസ്സിലാക്കി ഡോക്ടറെ കാണുന്നു. ഡോക്ടറോട് പറയുന്നു, എനിക്ക് എൻ്റെ ശരീരം തടിക്കുന്നു, അത് മെലിക്കാൻ എന്താണ് മാർഗം? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ ചോറ് ഉപേക്ഷിക്കുക, ചപ്പാത്തി കഴിക്കൂ. അങ്ങനെ ഇയാൾ ചപ്പാത്തി മാത്രം കഴിക്കുന്നു. അങ്ങനെ ഒരു സ്കെലിട്ടൺ ബോഡി ആയിട്ട് ഇത് മാറി. ആടുജീവിതത്തിന് വേണ്ടി ശരീരം മാറ്റിയതുപോലെ അത് ഇങ്ങനെ പഠിക്കുകയാണ് ഇവര്. ജയിലിലിരുന്നിട്ട് എങ്ങനെയാണ് ജയിൽ ചാടേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഗവേഷണം നടത്തുകയായിരുന്നു. ആ ഗവേഷണത്തിനൊപ്പം പുറത്ത് ചാടിക്കഴിഞ്ഞാൽ എവിടെ ചെന്ന് എങ്ങനെ കാര്യങ്ങൾ ചെയ്യും എന്ന് ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ അവൻ്റെ ഒരു നിർഭാഗ്യം എന്ന് പറയാം, അവന് രക്ഷപ്പെടാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അങ്ങനെ അവൻ വീണ്ടും പിടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിൽ ഒരു ജയിൽ എന്ന് പറയുമ്പം ഒരാളെ ഈ തീവ്രമായ കുറ്റങ്ങൾ ചെയ്ത ഒരാളാണ് ഗോവിന്ദചാമി. അതായത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു. അതുമാത്രമല്ല, അത് ദയനീയതയോടെ കരഞ്ഞപ്പോഴും ഒരു കാരുണ്യവും നൽകാതെ അതിനെ കൊന്നു. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇത്ര വൈകൃതങ്ങളുള്ള ഇത്ര ക്രിമിനലായിട്ടുള്ള ഒരാൾ, അപ്പോൾ ഇയാളെ പോലെ ഒരാളിനെ ഈ ഇതിനകത്ത് പാർപ്പിക്കുമ്പോൾ പാലിക്കേണ്ട ചില നടപടിക്രമങ്ങൾ ഇതൊന്നും തന്നെ പാലിച്ചില്ല. ഇപ്പോൾ ഈ ഗോവിന്ദചാമിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഗോവിന്ദചാമിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അനുസരിച്ച് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ സേലം ബിരുദാചലം സമത്വപുരത്തെ ഐവത്തിക്കുടി എന്ന ഗ്രാമത്തിലാണ് ഗോവിന്ദചാമി ജനിച്ചത്. ഇന്ന് പലർക്കും വിശ്വസിക്കാൻ കഴിയില്ല. ഇന്ത്യൻ ആർമിയിലെ ഒരു സൈനികനായിരുന്നു ഗോവിന്ദചാമിയുടെ പിതാവെന്നാണ് പറയുന്നത്. ഗോവിന്ദസ്വാമി എന്നാണ് ഇവൻ്റെ യഥാർത്ഥ പേര്. തമിഴ് മാധ്യമങ്ങൾ ജന്മനാട്ടിൽ അന്വേഷണം നടത്തി കണ്ടെത്തിയ വിവരങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് പൂർണ്ണമായും ക്രോസ് ചെക്ക് ചെയ്ത വിവരങ്ങളല്ല. ഏതായാലും ഗോവിന്ദചാമിക്ക് ഒരു സഹോദരനുണ്ട്. പിതാവ് സൈനികനായിരുന്നെങ്കിലും അങ്ങേയറ്റം ടോക്സിക്കായ ഒരു ബാല്യമായിരുന്നു ഇവരുടേത്. അച്ഛൻ കടുത്ത മദ്യപാനിയായി കുടുംബത്തിൻ്റെ പൂർവിക സ്വത്ത് മുഴുവൻ വിറ്റു തുലച്ചു. അതോടെ അദ്ദേഹം ഗുണ്ടാപ്പണിയിലേക്കും ചില്ലറ മോഷണങ്ങളിലേക്കും തിരിഞ്ഞു. സൈനികൻ അങ്ങനെ നാട്ടിലെ അറിയപ്പെടുന്ന കള്ളനായി. എല്ലാം വിറ്റു തുലഞ്ഞതോടെ അവർ സമത്വപുരത്തെ ഒരു ചെറിയ കുടിലിലേക്ക് മാറി. പിതാവിൻ്റെ പീഡനം സഹിക്കവയ്യാതെ അമ്മ മാനസിക രോഗിയായി. അവർ തെരുവുകളിൽ അലഞ്ഞ് നടക്കുമായിരുന്നു എന്നാണ് തമിഴ് മാധ്യമങ്ങൾ പറയുന്നത്. ഒടുവിൽ ഒരു വാഹനാപകടത്തിലാണ് ഇയാളുടെ അമ്മ മരിച്ചത്. അതുപോലെ തന്നെ അച്ഛനും ഒരു റോഡ് അപകടത്തിൽ മരിച്ചു. ഇതോടെ കുടുംബം അനാഥമായി. പിതാവിനെ കണ്ട് നേരത്തെ തന്നെ കുട്ടികളും മോഷണം പഠിച്ചു. മാതാപിതാക്കളുടെ മരണശേഷം ഇവർ അത് തൊഴിലാക്കി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള മോഷണത്തിലൂടെയായിരുന്നു തുടക്കം. മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ചതോടെ സ്കൂളിൽ പോലും പോകാതെ ഗോവിന്ദചാമിയും ചേട്ടനും ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് തിരഞ്ഞു. തിരക്കേറിയ ട്രെയിനിൽ പോക്കറ്റടി നടത്തുക, മാല പൊട്ടിച്ചോടുക, മദ്യം കടത്തുക തുടങ്ങിയവയായിരുന്നു ആദ്യകാല പരിപാടികൾ. ക്രമേണ അത് വലിയ കൊള്ളകളിലേക്കും കഞ്ചാവ് ഗ്യാങ്ങിലേക്കുമൊക്കെ മാറി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇയാൾക്കുണ്ട്. അതെ, ഇങ്ങനെയുള്ള ക്രിമിനൽ പശ്ചാത്തലം കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ജയിലധികാരികൾ ഇദ്ദേഹത്തെ ജയിലിൽ ശുശ്രൂഷിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ എന്താണ് ജയിലിൽ ഇയാളെ ആക്കണമെന്ന് ചോദിച്ചാൽ മാനസാന്തരം വരുത്തി ഇയാളെ പഴയ ജീവിതത്തിൽ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇയാളുടെ സ്വഭാവ വൈകൃതങ്ങൾ സമ്പൂർണ്ണമായി പഠിച്ചിട്ടാണ് അവർ പെരുമാറേണ്ടത്. അവരങ്ങനെ പെരുമാറിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ നിരന്തരം അവർക്ക് സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. നമ്മളിപ്പോൾ കടയിൽ ചെന്നപ്പോലും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം, യു ആർ അണ്ടർ ദ സർവൈലൻസ് ഓഫ് ക്യാമറ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഇവിടെ ഏതാണ്ട് 10-32 ക്യാമറകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ ജയിലിൽ. എന്നിട്ട് ഒന്നും ആ ക്യാമറകൾക്ക് ഇയാളുടെ ചാട്ടം കാണാനായിട്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ ക്യാമറ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. രണ്ടാമത്, ഇയാൾ പുറത്ത് ചാടി പോകാതിരിക്കാൻ, ഇയാളെന്നല്ല അവിടെ നിന്ന് ഒരു ജയിൽ പുള്ളിയും പുറത്ത് ചാടി പോകാതിരിക്കാനായിട്ട് ഈ മതിലുകളിലൊക്കെ ഇലക്ട്രിഫൈ ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രിഫൈ ഒന്നും ഈ സമയത്ത് എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അശ്രദ്ധ മൂലം ഒരു സമയത്തും വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇയാൾക്ക് ചാടിപ്പോകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് മാത്രം അത് വർക്ക് ചെയ്യാതെ സൗകര്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. എന്തായാലും വളരെ നിഗൂഢമായ പല പ്രവൃത്തികളും ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകാം. ഒന്ന്. രണ്ട്, ഇയാളെ പുറത്ത് ചാടിച്ച് എന്ത് ചെയ്യാനാണ് ഈ അധികൃതർ ഉദ്ദേശിച്ചത് എന്നുള്ളതും ചിലപ്പോൾ അന്വേഷണത്തിന് ശേഷം കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ തിരിച്ചറിയാനായിട്ട് കഴിയും. വെറുതെ ഇയാളിങ്ങനെ ആകാശത്തെ പറവയെ പുറത്ത് വിടാൻ വേണ്ടിയിട്ടായിരിക്കില്ല ഈ കാര്യം ചെയ്തിട്ടുണ്ടാവുക. ഇയാളെ കൊണ്ട് പല ഉപയോഗങ്ങളും ആ ഉപയോഗങ്ങൾ എങ്ങനെ, ഏത് രീതിയിൽ എന്നുള്ളത് അറിഞ്ഞാൽ മിക്കവാറും നമുക്ക് ഞെട്ടലുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.